റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ ശരീരത്തിൽ പോലും ഈ ചെറിയ അത്ഭുതങ്ങൾ വെച്ച് ഈ അനുഗ്രഹത്തിന് മുകളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദിയായി നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് അല്ലാഹ്. ആരാ ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാ? ഏത് സമയത്തും പരാതികളും പരിഭവങ്ങളും പറയലുമല്ലാതെ എനിക്കെന്റെ റബ്ബ് ഇത് തന്നല്ലോ, എനിക്കെന്റെ റബ്ബ് ഇത്ര അനുഗ്രഹം തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിൽ എപ്പോഴും അൽഹംദുലില്ലാഹ് സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു അനുഗ്രഹം ചെയ്തിട്ട് അനുഗ്രഹത്തിന് ഒരു അടിമ നന്ദി രേഖപ്പെടുത്തിയാൽ അതാണ് നിന്റെ തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടിമയുടെ നാവിൽ നിന്ന് അല്ലാഹുവിനെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അൽഹംദുലില്ലാഹ്. ഞാൻ പരീക്ഷണത്തിന്റെ കാരണം പറയാനായി ഇവിടെ നമ്മൾ എത്ര പേര് പറയാറുണ്ട്? അടിമയുടെ നാവിൽ നിന്ന് ഉടമയെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ വാക്ക് ഏതെന്ന് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഒരു അനുഗ്രഹം തന്നാൽ ആ അനുഗ്രഹം ആസ്വദിച്ചതിന് ശേഷം അവൻ പറയാ അൽഹംദുലില്ലാഹ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അൽഹംദുലില്ലാഹില്ലദീ അശ്ബഅനാ വ അർവാനാ വ അന്നമ അലൈനാ വ അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തഹൂറാ. ഒരു ഗ്ലാസ് വെള്ളം നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോ ആ സമയത്ത് നീ കുടിച്ചിട്ട് പറഞ്ഞ അൽഹംദുലില്ലാഹ്. അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു അനുഗ്രഹം, ഒരു ഉപകാരം ചെയ്തു, ആ ഉപകാരം വാങ്ങിച്ച ഒരാൾ ഏറ്റവും കുറഞ്ഞത് താങ്ക്സ് എന്ന് പറഞ്ഞാലല്ലേ രണ്ടാമത് നമ്മൾ കൊടുക്കും, അല്ലേ? നിങ്ങളൊന്നും ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുക. നമ്മൾ ഒരാൾക്ക് ഒരു 10 റുപ്യ കൊടുക്കും, അവനത് വാങ്ങിച്ചിട്ട് നമ്മുടെ നേരെ തിരിഞ്ഞ് പൃഷ്ഠം തിരിഞ്ഞ് നടന്നുപോയാൽ പിന്നെ അവനെ കണ്ട നമ്മൾ കൊടുക്കും? ഇല്ല. എന്നാൽ ഒരു 10 റുപ്യ ഒരാൾ ആവശ്യക്കാരനാണ്, 10 റുപ്യ അവന്റെ കയ്യിൽ കൊടുത്തു, അവൻ സന്തോഷത്തോടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ താങ്ക് യു, ജസാക്കല്ലാഹ് ഖൈർ, ജസാക്കല്ലാഹ് ഖൈർ എന്ന് പറഞ്ഞാൽ തീർച്ച അടുത്ത പ്രാവശ്യം അവൻ വന്നാൽ കൊടുത്തിരിക്കും, ഉറപ്പാണ്. എന്റെ അള്ളാഹുടെ കാര്യത്തിൽ ഇതില്ലാത്തതെന്താ? അവനല്ലേ നമ്മുടെ ഉടമസ്ഥൻ. അവൻ നമുക്ക് മക്കളെ തന്നു, ഭാര്യയെ തന്നു, ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, കേറിക്കിടക്കാൻ മടനനയാത്തൊരു കൊച്ചു കൂര തന്നു. ഇതൊക്കെ തന്നിട്ടും പടച്ചവനോട് ഒരു ദിവസമെങ്കിലും അൽഹംദുലില്ലാഹ് റബ്ബേ നീ തന്ന അനുഗ്രഹത്തിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അല്ലാഹ് നമുക്ക് തരുവോ? സാമാന്യ ബുദ്ധികൾ ചിന്തിക്കും. അപ്പൊ തീർച്ചയായും ഉടമയുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു അടിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തുക. അൽഹംദുലില്ലാഹ്. നമ്മളിത് പറയാത്തത് അവന്റെ അത്രയും നമുക്ക് കിട്ടാത്തോണ്ടാണ്. എനിക്കല്ല തന്നത് കുറഞ്ഞുപോയി, അവന്റെ അത്രയും അല്ലാഹു എനിക്ക് തന്നില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു ഖസ്ലതൈനി, ആരുടെയെങ്കിലും ജീവിതത്തിൽ 2 സ്വഭാവം ഉണ്ടെങ്കിൽ കതബല്ലാഹു ശാകിറൻ വ സാബിറാ, അവനെ കുറിച്ച് അല്ലാഹു ശാകിറെന്നും സാബിറെന്നും രേഖപ്പെടുത്തുമത്രേ. അവൻ നന്ദിയുള്ളവനാണ്, അവന് ക്ഷമയുള്ളവനാണ് എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ അവനെ കുറിച്ചൊരു ബഹുമതി രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 സ്വഭാവമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ പേര് ഷാക്കിറാണ്, സാബിറാണ്. ഷാക്കിറൻ വ സാബിർ. ഒന്ന്, ദുനിയാവിന്റെ കാര്യത്തിൽ താഴെയുള്ളവരിലേക്ക് നോക്കുക. ദുനിയാവിന്റെ കാര്യത്തിൽ താഴെ ഉള്ളവരിലേക്ക് നോക്കുക. കുന്നിന്റെ മുകളിൽ വഴിയില്ലാത്തൊരു കൊച്ചു വീട് അവന് സ്വന്തമായിട്ടുണ്ട്. അപ്പം പരാതി പറയരുത്, വണ്ടി കയറാത്ത വഴിയാണെന്ന് പറയരുത്. പടച്ചോനെ, ഇതില്ലാതെ കടത്തിണ്ണയിൽ ഈ മരം കൊച്ചുന്ന തണുപ്പത്ത് വിറക് കൊള്ളി പോലെ വിറങ്ങലിച്ച് കിടക്കുന്ന എത്ര ആളുകളെ ഞാൻ കാണുന്നു. സ്വന്തമായിട്ട് നടന്നു കയറാനെങ്കിലും എനിക്കൊരു വീട് നീ തന്നല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ദുനിയാവിന്റെ കാര്യത്തിൽ താഴെയുള്ളവനിലേക്ക് നോക്കുക. ആഖിറത്തിന്റെ കാര്യത്തിൽ നിന്റെ മുകളിലുള്ളവരിലേക്ക് നോക്കുക.
പടച്ചോനെ അവൻ സുന്നത്ത് വരെ നിസ്കരിക്കുന്നുണ്ട്, എന്റെ ഫർദ് പോലും കൃത്യമല്ലല്ലോ അല്ലാഹു. ദുനിയാവിന്റെ കാര്യത്തിൽ ഇതൊക്കെ ഒരു സൈക്കോളജിയാണ്. നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടും. എപ്പോഴും മനസ്സിന് സമാധാനം ദുനിയാവിന്റെ കാര്യത്തിൽ താഴെയുള്ളവരിലേക്ക്. ആഖിറത്തിന്റെ കാര്യത്തിൽ മുകളിലേക്ക് നോക്ക്. അവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നു, അവൾ മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്നു. എനിക്കതിന് കഴിയുന്നില്ലല്ലോ അല്ലാഹുവേ എന്ന് ഒരാളുടെ മനസ്സിൽ ഖേദമുണ്ടായാൽ അല്ലാഹുവിന് അവന് വലിയ ഇഷ്ടമാണ് എന്നാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ആ സ്വഭാവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. എന്ത് മനുഷ്യന്മാർ ആമീൻ പറയാത്തത്. അല്ലാഹു നമുക്ക് ആ സ്വഭാവം തരട്ടെ. എത്ര നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്. എല്ലാരും ഒന്ന് ഉറക്കെ പറയുന്നു അൽഹംദുലില്ലാ. കഴിഞ്ഞ വർഷം കുരുമുളകിന് വിലയുണ്ടായിരുന്നു, അൽഹംദുലില്ലാ. ഈ വർഷം പോയി, അപ്പൊ നമ്മൾ നിരാശരാകും. എന്നാ ഒരൽപ്പം വില കൂടി നിൽക്കും, അൽഹംദുലില്ലാ. ഇന്ന് 1110 രൂപ 85 പൈസയിലാണ് ക്ലോസിംഗ് വില. അല്ലട പൊടി പോയാ ഇന്ന് 1000 പൊടി അവിടെ പോയിരുന്ന ഫ്രണ്ട് വരാറ് 1110 രൂപ 85 പൈസയിലാണ് ഇന്ന് ക്ലോസിംഗ്. എന്നാൽ നാളെ നമ്മൾ ഇത് തീർന്നു പോകുമ്പോ നമ്മൾ വേവലാതിപ്പെടുന്നു. വേണ്ട. കാരണം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാ. എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞു പറയുന്ന അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയും, ഉറക്കെ പറ. എന്നാ ഈ പരീക്ഷണങ്ങൾ മാറുകയുള്ളൂ. എപ്പോഴും ഈ വാക്ക് പറയണം അൽഹംദുലില്ലാ. സ്വർഗവാസി സ്വർഗം കണ്ട് ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാ എന്നാണ്. വഖാല അൽഹംദുലില്ലാഹില്ലദീ സദഖനാ ബഅദ ഖുർആൻ. അൽഹംദുലില്ലാ ഇത് പറയണം. ഇത് ഈ പരീക്ഷണങ്ങളൊക്കെ വരും. കാരണം നമ്മൾ ഈ നന്ദി നഷ്ടപ്പെടുത്തുകയാണ്. നമുക്ക് ഈ സ്വഭാവമില്ല, മലയാളികൾക്ക് പ്രത്യേകിച്ച്. നിങ്ങൾ അറബികളൊക്കെ പോയി കണ്ടു നോക്കി, ഗൾഫിൽ പോയി നോക്കി, ഏത് അറബിയോട് പോയി ചോദിച്ചാൽ, ഇത് കോടീശ്വരനാകട്ടെ പഞ്ചറൊട്ടിക്കുന്ന അറബിയാണെങ്കിലും ശരി, പോയി ചോദിച്ചാൽ കൈഫൽ ഹാൽ, അൽഹംദുലില്ലാ തയ്യിബ്, അല്ലാഹു യഖ്ഫലക്, അല്ലാഹു സല്ലമക്, കൈഫ, അല്ലാഹു സുബ്ഹാനഹു മുഹമ്മദ്. അവരൊരു സ്വഭാവമാണ്. ഒന്നും ഇല്ലാത്തവനാണെങ്കിലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഗുണമാണ്. അറബികളോട് നിങ്ങൾ ചോദിക്കുകയും അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ, അൽഹംദുലില്ലാ, ആ പറച്ചിൽ കേൾക്കാൻ മനസ്സിനോട് കുളിര. അൽഹംദുലില്ലാ തയ്യിബ് റസീൻ, അല്ലാഹു സല്ലമക്, അല്ലാഹു യഹ്ഫലക്, അല്ലാഹു നിന്നെ സലാമത്തിലാക്കട്ടെ, അല്ലാഹു നിന്നെ സംരക്ഷിക്കട്ടെ, തവ്വലല്ലാഹു ഉംറക്, ഇല്ലേ ഗൾഫിൽ പോകാൻ പറയും, തവ്വലല്ലാഹു ഉംറക്, അല്ലാഹു നിനക്ക് ആയുസ് തരട്ടെ. നമ്മൾ മലയാളികളോട് ചോദിച്ചു, ഒരു ഇംഗ്ലീഷുകാരനോട് സർ ഹൗ ആർ യു, ഐ ആം ഫൈൻ, ഗോഡ് ബ്ലെസ് യു. ഒരു ഉറുദുക്കാരനോട് ചോദിക്കും ഹസ്രത്ത് കൈസാ ഹൈ, അൽഹംദുലില്ലാ അല്ലാഹ് കി ഫളൽ വ കറം ഖൈറിയത്. മലയാളിയോട് ചോദിക്കും എങ്ങനെയുണ്ട്, തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു. ഞാൻ ഇന്നലെ മുതൽ ഇതുവരെ ഇവിടെ വന്ന് കണ്ടിട്ട് അങ്ങനെ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് തൂക്കാലം കച്ചവടമൊക്കെ. ഞാൻ ഇവിടെ എല്ലാരോടും ചോദിച്ചു എങ്ങനെയുണ്ട്, മുളകൊന്നും തീരെ ഇല്ല, പഴയതുപോലെ ഒന്നും അല്ല. എന്നാൽ ഞാൻ അന്ന് കണ്ട തൂക്കുപാലമല്ല, ഇന്ന് ധാരാളം അതിന് മാറ്റം ഉണ്ടാവുകയും ചെയ്തിരിക്കും. എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു മൂല്യമാണ് ഇത് പറയാൻ നമ്മൾ പഠിക്കണം. അൽഹംദുലില്ലാ റബ്ബിന് വലിയ ഇഷ്ടമാണ്. ഉടമയുടെ ഖജനാവ് തുറക്കുന്ന വാക്കാണ് ഹംദിന്റെ വാക്ക്. അൽഹംദുലില്ലാ എപ്പോഴും അൽഹംദുലില്ലാ ഖൈർ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. റബ്ബറിന് 240 റുപ്യ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആരും അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ല. ഇപ്പൊ 105 ആയപ്പോ നമ്മൾ കേമാണിയുടെ മണ്ടക്കറ നടക്കുക. ഇപ്പൊ സർക്കാരാണ് പ്രശ്നം. ഒന്നാമത്തെ വിഷയം, ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ 7 പരീക്ഷണങ്ങൾ, ഈ പരീക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള ഒരേ ഒരു കാരണം ഖുർആൻ പറഞ്ഞത് ആഗോള സാമ്പത്തിക മാന്ദ്യമല്ല, 3ാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യതയുമല്ല, നിങ്ങൾ അള്ളാഹുവിൻ ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദികേട് കാണിക്കാൻ തുടങ്ങിയതാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അടിക്കടി ഉണ്ടാവാനുള്ള ഖുർആൻ സൂറത്തു സബ. ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആനാണ്, വേറൊന്നുമില്ല. നമ്മളിൽ നിന്നൊരു മൂല്യം നഷ്ടപ്പെട്ടു പോയി. എന്താ അത്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ. ആദ്യത്തെ 2 പരീക്ഷണം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഏതൊക്കെയാത്? ആദ്യത്തെ 2
ഭയവും പട്ടിണിയും. അല്ലാഹു പറയുകയാ ലറബല്ലാഹു മസലന ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ യതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ ഫകഫറത് ബിഅൻഉമില്ലാഹ് ഫദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അല്ലാഹു പറയുകയാ ലറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന. ലറബല്ലാഹു മസലൻ ഖറിയ, ഒരു ഗ്രാമത്തെ അല്ലാഹു നിങ്ങൾക്ക് ഉപമയായിട്ട് പറയാ. എന്താ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്നറിയോ? ഞാൻ ആലോചിക്കുകയാണ്, പടച്ചറബ് പറയുന്നത് നമ്മുടെ ഈ ഗ്രാമത്തെ കുറിച്ചാണോ? അതാ ഖുർആന്റെ പ്രത്യേകത. എവിടെ വെച്ച് പറയുന്നുവോ അവിടത്തെ കുറിച്ചാണെന്ന് തോന്നുന്നു. ലോകത്തിന്റെ കാൽപ്പനിക ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഗ്രാമത്തിന്റെ പ്രത്യേകത കാനത്ത് ആമിനത്തന് മുത്മഇന്ന. ആ നാട്ടിലെപ്പോഴും സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. എത്രയോ സമാധാനം കളിയാടിയ നാട്, സന്തോഷം കളിയാടിയ നാട്. കലാപങ്ങളില്ല, കാലുഷ്യങ്ങളില്ല, കുശുകുശുപ്പില്ല, കുന്നായ്മയില്ല, വൈതരണികളില്ല, പ്രശ്നങ്ങളില്ല. സമാധാനം മുറ്റുനിന്ന നാടായിരുന്നു ഈ മലയോര നാട്. അല്ലാഹു പറയുന്നത് നമ്മുടെ ഗ്രാമത്തെ കുറിച്ചാണോ എന്ന് ചിന്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ടായിരുന്നുവല്ലോ. ഒരു കാലത്ത് പട്ടം കോളനിയിൽ പട്ടംനാണ് പിള്ളയുടെ വാക്ക് കേട്ടിട്ട് ഇവിടെ മലയോരത്ത് വന്ന് കാട്ടാനകളോട് പോരടിച്ചിട്ട് നമ്മുടെ പൂർവികന്മാർ ഇവിടെ ഗ്രാമം പടുത്തുയർത്തുമ്പോ അന്ന് കലാപമില്ല, അന്ന് മതഭ്രാന്തില്ല, അന്ന് വർഗീയതയില്ല. അന്ന് എല്ലാവരും ഒരേപോലെ കളിച്ചു നടന്ന ഈ പുണ്യമായ ഗ്രാമം വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ അയൽപക്കത്തെ കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോ ഡവറതൻ മാവിന് ചോട്ടിൽ കളി വീടുണ്ടാക്കുന്നു. പൂവാലനണ്ണാർ കണ്ണ മാമ്പഴം തരൂ വേണ്ടോർ പൂവാളം കൊതിയോടെ ഓടിച്ചെന്നെടുക്കുന്നു. മാമ്പഴക്കാലത്തിൽ ഒന്നിച്ചിരുന്ന് കളിച്ചു വളർന്നു നടന്ന ഇന്നലകളിൽ രാവിലെ ഒന്നിച്ച് മുസൽമാന്റെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മക്കള് പുസ്തകം മടിക്കി പിടിച്ചിട്ട് രാവിലെ ഈ മലയോര മേഖലയിൽ അക്ഷരം പഠിക്കാൻ പോയ ആ നന്മകളുടെ കാലം കാനത്ത് ഖറിയതൻ ആമിനതൻ മുത്മഇന്ന. എല്ലാ സമാധാനവും കളിയാടിയ നാടായിരുന്നു അത്. രണ്ടാമത്തെ പ്രത്യേകത ഞാൻ ചുരുക്കി പറയുകയാ, യതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ. ആ നാട്ടിലേക്ക് അല്ലാഹു എല്ലാ ധാന്യത്തിന്റെ സമ്പത്ത് കൊണ്ടുവന്നു തന്നു. അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ വിളയാൻ തുടങ്ങി. ഏലവും കാപ്പിയും കുരുമുളകും ഒക്കെ വല്ലാതെ തിമിർത്ത് പെയ്ത ഈ മലയോര നാട് അല്ലാഹു അവർക്ക് ഹലാലായ ഭക്ഷണം കൊടുത്തപ്പോ, ഏറ്റവും നല്ല ജീവിതം കൊടുത്തപ്പോ, എല്ലാ സൗകര്യങ്ങളും ആ നാടിന് അല്ലാഹു കൊടുത്തപ്പോ ഫകഫറതു ബിഅൻഉമില്ലാഹ്. അവരല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കേട് ചെയ്യാൻ തുടങ്ങിയപ്പോ അവരിലേക്കും നഗരത്തിന്റെ കാപാലികമായ പൈശാചിക ചിന്താഗതികൾ, കടൽ കടന്നു വന്ന വിദേശ സംസ്കാരങ്ങൾ ഈ നാട്ടിൻ പുറത്തെയും പിടികൂടാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് അവര് നന്ദി കാണിക്കാതിരുന്നപ്പോ അവർക്ക് അല്ലാഹു ഭയത്തിനെയും പട്ടിണിയെയും അല്ലാഹു പരീക്ഷിക്കാൻ തുടങ്ങിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, പരീക്ഷണത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, അത് ആഗോള സാമ്പത്തിക മാന്ദ്യമല്ല, അതെവിടെയെങ്കിലും യുദ്ധഭീതി ഉരുണ്ടുകൂടിയതല്ല. പടച്ചിറപ്പിന്റെ അനുഗ്രഹത്തെ നമ്മൾ മറന്നുപോയതാ. ഫകഫറതു ബിഅൻഉമില്ലാഹ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ മറന്നുപോയതാ. പടച്ചിറപ്പിന് ശുക്രില്ലാതെ പോയതാ. പണ്ട് കാലത്ത് വീട്ടിലെ 50 തെങ്ങിൽ നിന്ന് വാപ്പ 50 or 100 തേങ്ങ ഉണ്ടാക്കിയാൽ അതുകൊണ്ട് മക്കളെയും കെട്ടിച്ചു വിട്ടു. വാപ്പായുമായും ഹജ്ജിന് പോയിട്ട് തിരിച്ചും വന്നു. അവരുടെ സമ്പത്തിന് ബറക്കത്തുണ്ടായിരുന്നു. കാരണം എന്താ? മഗ്രിബ് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഖുർആൻ പാരായണം ഉണ്ടായിരുന്നു. അവിടെ സലാത്തുകളും ദിക്റുകളും ഉണ്ടായിരുന്നു. ബാങ്ക് വിളിച്ചാൽ അന്ന് പള്ളികൾ ഓലപ്പുരയായി
ആയിരുന്ന സമയത്ത് കാരണവന്മാര് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിരുന്നു. അന്ന് വെള്ളിയാഴ്ച ആയിരുന്നപ്പോ അന്ന് ഇവിടത്തെ പോലെ അമ്പലചുംബികളായ പള്ളികളില്ല, പള്ളികളുടെ കമനീയതകളില്ല. ഇന്ന് ലോകത്തിന്റെ വലിയ പള്ളികൾ നമുക്ക് സ്വന്തമാണ്. ഓലമടല് കുത്തിവെച്ച പള്ളികളിൽ വന്ന് കാരണവന്മാര് നിസ്കാര തടമ്പും കൈക്കോട്ടിന്റെ തടമ്പും അവരുടെ കയ്യിലും, അധ്വാനത്തിന്റെ തരമ്പ് അവരുടെ കയ്യിലും, നിസ്കാരത്തിന്റെ തരമ്പ് അവരുടെ നെറ്റിയിലും ഉണ്ടായിരുന്നപ്പോ ഈ സമൂഹം വലിയ ബറക്കത്തിലായിരുന്നു. എന്ന് മുതൽ കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തിന്റെ പിന്നണികളാണ് നമ്മളെല്ലാം മാറിപ്പോയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കെൻഡക്കിയും KFCയും ബർഗറും മാത്രം തിന്നു പഠിച്ച, രാവിലെ മുതൽ വൈകുന്നേരം വരെ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് നോക്കിയിട്ട് കുമ്പിലപ്പെടുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ ലോകത്തുള്ള 140 രാഷ്ട്രത്തിൽ ഏതൊക്കെ പെണ്ണു തുണിയുരിഞ്ഞാടിയാലും അത് മുഴുവന് കൈവെള്ളയുടെ ഉള്ളിലിരിക്കുന്ന www.com കണ്ടു ആസ്വദിക്കുന്ന, പാതിരാ സമയത്ത് തന്റെ കമ്പ്യൂട്ടറിന്റെ കീബോർഡുകൾ വിരലമർത്തി പാതിരാ സമയത്തിന് മുഴുവന് കണ്ടാസ്വദിച്ചു അവസാനം ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തലചരിച്ച് അലസമായി കിടന്നുറങ്ങുന്ന, വർഷങ്ങളായി സുബഹിയുടെ ബാങ്ക് ചെവിയിൽ കേട്ടിട്ടില്ലാത്ത, വർഷങ്ങളായി സുബഹിയുടെ ബാങ്ക് ചെവിയിൽ കേട്ടിട്ടില്ലാത്ത എന്റെ ആധുനിക ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ, അല്ലാഹു നൽകിയ അനുഗ്രഹത്തിനെതിരെ തിരിഞ്ഞു നിന്നാൽ നിന്നെ ഞാൻ ജീവിതത്തിൽ പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ലതുബലവുന്ന ഫീ അമ്വാലികും വഅൻഫുസികും, നിന്റെ സമ്പത്തിലും നിന്റെ ശരീരത്തിലും ഞാൻ പരീക്ഷണം ഏർപ്പെടുത്തും. മാരകമായ രോഗങ്ങൾ നിന്നെ വേട്ടയാടും, സാമ്പത്തിക പ്രതിസന്ധികൾ നിന്നെ വേട്ടയാടും. അതുകൊണ്ട് നീ തിരിച്ചു നടക്കേണ്ടത് എവിടേക്കാ? ഇലാ റഹ്മത്തില്ലാ, അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കുക. നമ്മുടെ സന്ധികളിൽ ഖുർആൻ മുഴങ്ങട്ടെ, നമ്മുടെ പള്ളികളിൽ നിസ്കരിക്കാൻ ആളുകൾ ഉണ്ടാവട്ടെ. 10-15 വർഷം കൊണ്ട് തൂക്കുപാലത്തിന് വളരെയേറെ വികസനം ഉണ്ടായിട്ടുണ്ട്. കാടുകളൊക്കെ മാറി അമ്പലചുംബികളായ വീടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിന്ന് ചോദിച്ച് കരീമണ്ണനോട് ഇവിടെ എത്രയാ സ്ഥലത്തിന് വില? 5 ലക്ഷമായി വില മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നു തൂക്കുപാലത്തിന്റെ വികസനവും ഡെവലപ്പും അത് മാത്രമല്ല, ഈ തൂക്കുപാലത്ത് 15 വർഷം കൊണ്ട് മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മാറ്റം ഏതെന്നറിയോ? തൂക്കുപാലം ജുമാ മസ്ജിദിൽ സുബഹിയുടെ ജമാഅത്തിനും ഇശാഇന്റെ ജമാഅത്തിനും എത്ര ആളുകൾ കൂടുന്നുവോ അതാണ് തൂക്കുപാലത്തിന്റെ വികസനം എന്ന് തിരിച്ചറിയാൻ നിങ്ങളുടെ ഓരോ മഹല്ല് പള്ളികളിലും സുബഹിയുടെ ജമാഅത്ത് നമസ്കാരത്തിനും ഇശാഇന്റെ ജമാഅത്ത് നമസ്കാരത്തിനും എത്ര പേര് ജമാഅത്തിൽ പങ്കെടുക്കുന്നു? അതാണ് ഒരു മഹല്ലിന്റെ വികസനം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കാരണം ഈ 2 വഖത്ത് നിസ്കാരങ്ങളും മുനാഫിക്കീങ്ങൾക്ക് ഭാരമാണ്. ഈമാനുള്ളവനെ ഈ 2 ജമാഅത്തിന് ഹാജരാവാപ്പെട്ടു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 15 വർഷം കൊണ്ട് ഇവരുടെ ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്, അല്ലാഹുവിലേക്ക് ഇവർ അടുത്തിട്ടുണ്ട്. ആ അടുപ്പമില്ലെങ്കിൽ പിന്നെ എന്താ അടുപ്പമുണ്ടായിട്ട് കാര്യ സഹോദരങ്ങള്? അതുകൊണ്ട് പരീക്ഷണത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി ചെയ്യാൻ മറന്നുപോയി. നമ്മൾ നഗരത്തിന്റെ കാലുഷ്യതയിലേക്ക് കടന്നുപോയി, നമ്മളിലേക്ക് വിദേശ സംസ്കാരം കടന്നു വന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ എന്റെ മനസ്സ് തുറന്ന് പറയാണ്, എന്റെ സഹോദരിമാർക്കൊന്നും തോന്നരുത്. ഈ ഒരു വാള് വേറൊരു സ്ഥലത്താണെങ്കിൽ ഈ കൂട്ടത്തിൽ പർദ്ദയിട്ട പെണ്ണുങ്ങൾ എത്ര കുറവാണ്. എന്നോട് ഒന്നും തോന്നരുത്, മോതിരം തരാതിരിക്കരുത്. അതും ഇതും തമ്മിൽ ബന്ധമില്ല. അനലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളുടെ ഒരു വിശ്വസ്തനായ നാസിഹ് മാത്രമാണ്. ഇത് പറയൽ എന്റെ ബാധ്യതയാണ്. എല്ലാം നമുക്കുള്ളപ്പോഴും ദീനിനൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം നമുക്ക് എത്ര കുറവാണ് എന്ന് നമ്മൾ സ്വയം പരിശോധിക്കാൻ തയ്യാറാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. നമ്മൾ അനുഗ്രഹങ്ങൾ വാരിക്കോരി കിട്ടിയപ്പോ നമ്മൾ സ്വയമേ അതിൽ നിന്ന് പുറകിലേക്ക്. ഈ നാടെത്ര നല്ല നാടായിരുന്നു, എത്ര സുന്ദരമായിരുന്നു.
അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇല്ല, നമ്മുടെ സന്ധ്യാസമയത്ത് ഖുർആൻ ഓതുന്ന എത്ര ആളുകളുണ്ട്? ഉണ്ടോ? സന്ധ്യക്ക് ഖുർആൻ ഓതുന്ന എത്ര ആളുകളുണ്ട്? വീട്ടിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ട് സൂറത്തുൽ വാഖിയ ഓതുന്ന എത്ര പേരുണ്ട്? ഇപ്പോഴും നമ്മുടെ ബഹളം എന്താ? ആ ഒരു ദാരിദ്ര്യത്തിൽ അങ്ങോട്ട് കയറണില്ല, ആ പ്രയാസങ്ങൾ മാറണില്ല. അതിന് നിങ്ങള് പോയിട്ട് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിൽ അല്ലാഹുവിന്റെ നാമം ഇല്ലാതായി. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ രോഗബാധിതനായി മരണശയ്യയിൽ കിടക്കുമ്പോ മഹാനവറുകളെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ പോയി. മഹാനവറുകൾ അവിടെ നിന്ന് വല്ലാതെ കരയുകയാണ്, കവിൾ തടത്തിലൂടെ കണ്ണുനീരൊഴുകുകയാ. മരണാസന്നനായി കിടക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഖലീഫയാ മഹാനവറുകൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് നിങ്ങൾ വിഷമിക്കണ്ട. എന്തിനാ മരണസമയത്ത് നിങ്ങൾ കരയുന്നത്? എന്തിനാ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന് പെൺമക്കളാണ്. നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ പെൺമക്കൾ അനാഥരാകുമെന്ന് വിചാരിച്ചിട്ടാണോ? ഉപ്പ മരിച്ചാൽ പാവപ്പെട്ട പെൺമക്കളെ ഏറ്റെടുക്കാൻ ഒരാളുമില്ലല്ലോ എന്ന് കരുതിയിട്ടാണോ? എന്നാൽ ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങൾ മരിച്ചാൽ ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങളുടെ പെൺമക്കൾക്ക് ഒരു പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞ ഒരു വാക്കുണ്ടെന്നറിയോ? ഇവിടെ നിൽക്കുന്ന ഓരോ ഉപ്പമാർക്കും അത് പറയാൻ കഴിയുമെന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പെൺമക്കൾ പട്ടിണി കിടക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. എന്റെ മക്കൾക്ക് യാതൊരുവിധ ആപത്തും വരില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഉസ്മാൻ റളിയല്ലാഹു തആല ചോദിച്ചു, എന്തേ? കാരണമെന്താ? എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതെങ്കിലും പെൺകുട്ടികൾ ഇതേവരെ തൂക്കുപാലത്ത് തടിച്ചുകൂടിയവരെ ബാക്കി നിങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് വേണ്ട. ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം കൃത്യമായി സൂറത്ത് വാഖിയ പാരായണം ചെയ്താൽ ലം തുസിബുഹു അവളുടെ ജീവിതത്തിൽ പിന്നെ ദാരിദ്ര്യം തൊട്ടുതൊടുകയില്ല, അവളുടെ ജീവിതത്തിൽ ഒരു ആപത്തുണ്ടാവില്ല. ഈ ഹദീസ് മുത്തായ നബി തങ്ങൾ എന്നെ പഠിപ്പിച്ചതിന് ശേഷം എന്റെ പെൺമക്കളോട് നിത്യമായി മഗ്‌രിബിന് ശേഷം അവര് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ മരിച്ചാലും എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യമോ ഒരാപത്തോ വരില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്ന് മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ദാരിദ്ര്യം വന്നാലും രോഗം വന്നാലും പ്രയാസം വന്നാലും കടം വന്നാലും മനുഷ്യ ദൈവത്തിന്റെയും ആ ദൈവത്തിന്റെയും മുമ്പിൽ പോയി ചമ്രം പടിഞ്ഞിരിക്കലല്ല. നിന്റെ സുബഹിക്ക് ശേഷമുള്ള നിന്റെ മഗ്‌രിബിന് ശേഷമുള്ള സൂറത്തുൽ വാഖിയ ലം തുസിബുഹു ഫാക, ലം തുസിബുഹു ഫാക, ആ വീട്ടിൽ പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാകില്ലെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ, ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചെയ്യേണ്ടതെന്താ? മഗ്‌രിബിന് ശേഷം നമ്മുടെ പെൺമക്കൾ വാഖിയ ഓതുന്നവരാവണം. അല്ലാഹു ആക്കി തരട്ടെ. ആമീൻ പറ, ആമീൻ പറ മനുഷ്യന്മാരവരൊക്കെ. അല്ലാഹു നമ്മുടെ പെൺമക്കളെ വാഖിയ ഓതുന്ന പെൺമക്കളാക്കട്ടെ. എന്താ പരിഹാരം? തറ കച്ചവടത്തിൽ പറക്കത്തില്ല, കടം വന്ന് കൂടുവാൻ, മാരക രോഗമാണ്. എന്താ പരിഹാരം? ലേക്ഷോറിൽ പോകുന്നതിന് മുമ്പേ അതൊരു സബബാണ്, അതൊരു സബബാണ്. അതിനു മുമ്പേ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് നമ്മൾ അടുക്കാൻ തയ്യാറാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ പെൺമക്കളെ വാഖിയ ഓതുന്ന പെൺമക്കളാക്കി തരട്ടെ.
ഇപ്പോഴത്തെ പെൺമക്കൾ അങ്ങനെയല്ലേ. അടുത്ത സമയത്ത് ഒരു കൗൺസിലിങ്ങിന് പോകുന്ന അദ്ദേഹം എന്റെ സ്ഥാപനത്തിൽ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു പെൺകുട്ടി മാതാപിതാക്കൾ പോറ്റി വളർത്തി, അവൾക്കൊരു കുട്ടിയെ ഇഷ്ടമായിരുന്നു, കല്യാണത്തിന് മാതാപിതാക്കൾ സമ്മതിച്ചില്ല, വേറൊരു കല്യാണം ഉറപ്പിച്ചു, ആ കല്യാണത്തിൽ അവൾ സംതൃപ്തിയായില്ല, അവനുമായിട്ട് പ്രശ്നമായി, ഡിവോഴ്സായി. ഇപ്പൊ ആ മകൾ എപ്പോഴും നെറ്റിൽ സെർച്ച് ചെയ്യുകയാണ്, വാപ്പയോടും ഉമ്മയോടും മിണ്ടൂല, 24 മണിക്കൂർ നെറ്റിൽ സെർച്ച് ചെയ്യുക. എന്താ സെർച്ച് ചെയ്തെന്നറിയോ? മോളെന്താ സെർച്ച് ചെയ്യുന്നറിയാൻ വാപ്പ പോയി നോക്കിയപ്പോ കണ്ടത്, മോള് യൂട്യൂബിലും ഗൂഗിളിലും സെർച്ച് ചെയ്യുന്ന ഹൗ ടു കില്ലിംഗ് ഫാദർ സൈലന്റ്ലി, എന്റെ വാപ്പയെയും ഉമ്മയെയും ആരും അറിയാതെ നിശബ്ദമായി കൊല ചെയ്യാനുള്ള വഴി എന്താണെന്ന്. ഇതൊരു സാങ്കല്പിക കഥയല്ല. ഡോക്ടർ സുലൈമാൻ രണ്ടത്താണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. ആ മകള് സെർച്ച് ചെയ്യുന്നത് ബോളിവുഡ് ഹോളിവുഡ് സിനിമകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തന്റെ സ്വപ്നം തല്ലിക്കെടുത്തിയ വാപ്പയും ഉമ്മയും ആരും അറിയാതെ നിശബ്ദമായി കൊല ചെയ്യാനുള്ള വഴി നെറ്റിൽ അന്വേഷിക്കുന്ന മക്കളാണ് നമ്മുടെ മക്കൾ. നമ്മുടെ മക്കളൊക്കെ ഒത്തിരി പുരോഗതിച്ചു പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ, നമ്മുടെ പെൺമക്കൾ വാക്യം ഓതുന്നവരാവും. നമ്മുടെ വീട്ടിൽ അള്ളാഹുടെ അനുഗ്രഹത്തിന് നന്ദി ഉണ്ടാവും. ഞാൻ ഒരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ. ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. എന്താ നിങ്ങൾ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് തരട്ടെ. ഞാൻ ഒരു നാട്ടുവർത്താനവും പറയാത്ത വിഷയത്തിന്റെ സമാപ്തി കുറിക്കണമെന്നുള്ളത് കൊണ്ട്, കുറെ കാര്യം അവസാനം ചെയ്യാനുള്ളത് കൊണ്ട്, പരീക്ഷണത്തിന്റെ കാര്യത്തിൽ അള്ളാഹുടെ അനുഗ്രഹത്തെ മറന്നതാണ്. എന്റെ പൊന്നു സഹോദരിമാരെ, അല്പനേരം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങൾ എന്നോട് ഒരു കെറുവും വിചാരിക്കരുത് ഒന്നും. കാരണം ഇത് പടച്ചിറപ്പിന്റെ മുമ്പിലേക്കുള്ളതാണ്. എന്തിനാണ് വഅ്ള് പറയുന്നത്? എന്തിനാണ് വഅ്ള് നടത്തുന്നത്? വഇദ് കാലത്ത് ഉമ്മത്തും മിൻഹും ലിമത്തഇദൂന ഖൗമനില്ല മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. ജനം ചോദിച്ചു പണ്ഡിതന്മാരോട്, നിങ്ങൾ എന്തിനു പ്രസംഗിക്കണം? അള്ളാഹുടെ അദാബ് കിട്ടിയിട്ട് അവര് പോട്ടെ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? തലമറക്കാതെ നടന്ന, ദീനില്ലാടെന്ന് അള്ളാഹുടെ അദാബ് ഉണ്ടാവും എന്ന് നിങ്ങൾ എന്തിനു വഅ്ള് പറയണം? പണ്ഡിതന്മാരെ, നിങ്ങൾ എന്തിന് ആളുകളുടെ അപ്രീതി കരസ്ഥമാക്കണം? അപ്പൊ അവര് പറഞ്ഞ മറുപടി, പ്രസംഗിക്കുന്നത് ഒന്നെന്റെ പടച്ചറപ്പിന്റെ മുമ്പിൽ എനിക്ക് കാരണം പറയണം. അള്ളാഹു വിളിച്ചിട്ട് ചോദിക്കുമ്പോ, റബ്ബേ എന്റെ മുമ്പിൽ വന്നവരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നെനിക്ക് എന്റെ റബ്ബിനോട് ഉദറ് പറയാൻ കഴിയണം. 2 കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് തഖ്വയുണ്ടായാലോ. ഈ 2 കാര്യത്തിനാണ് പ്രസംഗം.